പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളും ബാധ്യതകളും കേൾക്കുവാനും അറിയുവാനും ആരുമില്ലെന്ന് നാം ചിന്തിക്കുമ്പോഴും നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും കാര്യം നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 34-ാം വാക്യം, മിസ്രയീമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞരക്കവും കേട്ടു, അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതെ, മിസ്രയീമിൽ ദൈവജനം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും വേളകളിൽ അവർ നിലവിളിച്ച് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതെ, ആര് നമുക്ക് സമാധാനം തരും? ആര് നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കും? ആര് നമുക്ക് വേണ്ടി വിടുതലിനെ ഒരുക്കിത്തരും എന്ന് പലപ്പോഴും ചിന്തിച്ച് എനിക്ക് വേണ്ടി കരം നീട്ടുവാൻ, സഹായിക്കുവാൻ, കരുതുവാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇറങ്ങി വരുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എന്തിനാണ് ദൈവം ഇറങ്ങി വരുന്നത്? അതെ, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 34-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്, മിസ്രയീമിൽ തൻ്റെ ജനത്തിൻ്റെ പീഡയെ കണ്ട് അവരുടെ ഞരക്കം കേട്ട് അവരെ വിടുവിപ്പാനാണ് ദൈവം ഇറങ്ങി വന്നത് എന്ന് പറയപ്പെടുന്നു. അതെ, മിസ്രയീമിൽ വളരെ പീഡ അനുഭവിക്കുന്ന ജനം. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ പീഡ, അവരുടെ നിലവിളി ഞാൻ അറിയുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, ദൈവം ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്നാൽ നമ്മളുടെ പീഡകൻ തോറ്റുപോകത്തക്കവണ്ണം, അല്ല, പീഡകൻ്റെ മേൽ നമുക്ക് ജയം പ്രാപിക്കത്തക്കവണ്ണം ദൈവം ചില അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്തു തരും. അതെ, മോശയെ സംബന്ധിച്ചിടത്തോളം മിസ്രയീം എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമാണ്. ഒരു സമയത്ത് അവിടെ നിന്നൊരു കൊലപാതകിയായി, നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയും ആക്കി വെച്ചത് ആര് എന്ന് പറഞ്ഞ് ഓടിച്ച ഒരു ദേശത്ത് പിന്നെയും ദൈവം അധികാരത്തോടെ അയക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും ജീവിതത്തിൻ്റെ അനേക സമയങ്ങളിൽ, സംഭവങ്ങളിൽ ഇതുപോലെ നാം ഒറ്റപ്പെട്ടു പോയി ആരും നമുക്ക് വേണ്ടി സംസാരിപ്പാനില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് അധികാരം നൽകി തൻ്റെ ഭക്തന്മാരെ വ്യത്യസ്തങ്ങളാകുന്ന അനുഭവങ്ങളിലേക്ക് നടത്തുന്നു, നയിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്.